വ്യാജമായിട്ട് പറയുകയല്ല. ഇവിടെ ഇപ്പോൾ അതങ്ങനെ തന്നെ ഒരു യാഥാർത്ഥ്യമാണെന്ന് സമ്മതിച്ചാൽ അതിനപ്പുറത്ത് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം വരികയാണ്, അസാധാരണമായ മരണത്തിലേക്ക് പോകുന്ന സാഹചര്യം വരികയാണ്, വലിയ മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ കൃത്യമായ നിയമലംഘനം കണ്ടെത്താൻ കഴിയുന്ന സംഭവങ്ങൾ വരുമ്പോഴും നടപടി വൈകുന്നു. ഒരു സെക്കൻഡ്, ശ്രീ ഫ്രാൻസിസ് കളത്തിങ്ങൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ടോംസിൻ്റെയൊക്കെ കാര്യത്തിൽ അഴിമതിയുടെ കാര്യത്തിൽ നമുക്ക് തെളിവുകൾ ഉണ്ടാവില്ല. പക്ഷേ നഗ്നമായ നിയമലംഘനം നടക്കുന്നതിൻ്റെ പരാതികൾ വരുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചടുലമായ നടപടികൾ നിർവഹിക്കാതെ പോകുന്നു. രണ്ട്, ഇവിടെ ഇപ്പോൾ സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചു പാമ്പാടിക്ക് ശേഷമെന്ന് പറഞ്ഞ് ചില നടപടികൾ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതേ മുഖ്യമന്ത്രി തന്നെ അധ്യക്ഷനായിട്ടുള്ള മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനങ്ങളായി അത് വന്നു. അതെല്ലാം കടലാസ് പുലിയാണെന്ന് അദ്ദേഹം തന്നെ പോയൊരു വേദിയിൽ തുറന്ന് സമ്മതിക്കുകയാണ്. ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ തന്നെ സ്വയം മാറി രക്ഷപ്പെട്ടു വരണം, വേറെ കുറേ കുഴപ്പക്കാരുണ്ട്, ആ കുഴപ്പക്കാർ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ്, നിങ്ങൾ നല്ലവരായിരുന്നു, ആ നല്ല പാഠത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണമെന്ന്. ഒന്ന്, പ്രശ്നങ്ങളെ സാമാന്യവൽക്കരിക്കുക, അല്ലെങ്കിൽ ഗാലറി ഇരുന്ന് കൈയടിക്കുക. ഇത് രണ്ടുമാണ് ഇവിടെ വന്ന ചർച്ചയുടെ ഒരു പ്രശ്നം. ഇവർ പറഞ്ഞത് അതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്, ലെഫ്റ്റും UDF ഒരുപോലെയാണെന്നാണ്. അല്ല, നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് നടപടി സ്വീകരിച്ചു. ഇടതുപക്ഷ ഗവൺമെൻറ് വന്നപ്പോഴാണ് ഈ സ്വാശ്രയ മാനേജ്മെൻറ്റുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിയമം കൊണ്ടുവരുന്നത്. ആ നിയമം സുപ്രീം കോടതി വരെ പോയി, അത് പരാജയപ്പെട്ടു. അതിൻ്റെ ഭാഗമായി ഒരു കമ്മിറ്റി കിട്ടി. ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർക്കെതിരെയും ഇടതുപക്ഷത്തിനെതിരെയാണ് ഈ പാറശാല മുതൽ കാസർഗോഡ് വരെ ഇടയലേഖനങ്ങൾ ഇറക്കി. എന്ത് ക്യാമ്പയിനാണ് ഇറക്കിയത്? AK ആൻ്റണി സ്വാശ്രയ കോളേജുകൾ അനുവദിച്ചുകൊണ്ടുള്ള നയം കേരളത്തിൽ നടപ്പിലാക്കിയത് മുതൽ ഇങ്ങോട്ട് എല്ലാ കാലഘട്ടത്തിലും ഈ കച്ചവടത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് കോടതിയിൽ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്, ഗവൺമെൻറ്റിൽ ഭരണത്തിലിരിക്കുമ്പോൾ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി യുവജന സംഘടനകൾ ശക്തമായിട്ട് ഓരോ ഇഷ്യൂസും മുമ്പിൽ വരുന്ന അത് വെച്ച് ഏറ്റുകൊണ്ട് ഒരു സമരം നടത്തിയിട്ടുണ്ട്. കൗൺസിലിംഗ് വിരോധം, എത്ര സമരങ്ങൾ. ലെഫ്റ്റും UDF ഒരുപോലെ അല്ല. ഞങ്ങളുടെ UDFിനെതിരെ ഒരു ഇടയലേഖനം ഇറക്കിയിട്ടില്ല, കോൺഗ്രസിനെതിരെ ഒരു ഇടയലേഖനം ഇറക്കിയിട്ടില്ല, ഒരു കോടതിയിൽ ഇവർക്ക് എതിരായിട്ട് ഫൈറ്റ് ചെയ്തിട്ടില്ല. വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. രണ്ട്, ഒരു ഗവൺമെൻറ് ഇടപെടുമ്പോൾ അത് നിയമത്തിനകത്തു നിന്നുകൊണ്ട് മാത്രമേ ഇടപെടാൻ പറ്റൂ. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം നെഹ്റു കോളേജിൽ ഇഷ്യൂ വന്നു, ഇതിനു മുമ്പും സമാനമായിട്ടുള്ള ഇഷ്യൂ കേരളത്തിലുണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ രജനീയ സ്ഥാനത്തിൻ്റെ ഇഷ്യൂ എന്താ, ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചു. ഇവിടെ എത്രയോ ദിവസം സെക്രട്ടറിയറ്റിനകത്ത് വരെ കയറി സമരം ചെയ്യേണ്ടി വന്നു ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ. ഇതെന്താ, പിറ്റേ ദിവസം ഗവൺമെൻറ് അന്വേഷണം പ്രഖ്യാപിച്ചു, പോലീസ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ആർക്കും പരാതിയില്ല, വിജിലൻസ് ശരിയായ രൂപത്തിലല്ല അന്വേഷിക്കുന്നതെന്ന് ആർക്കും പരാതിയില്ല, അല്ല ക്രൈംബ്രാഞ്ച് ശരിയായ രൂപത്തിലല്ല അന്വേഷിക്കുന്നത് ആർക്കും പരാതിയില്ല. അന്വേഷണം പോവുകയാണ്. അപ്പോഴും പറയുകയാണ് നിങ്ങൾ ഇപ്പോഴല്ലേ ഇത് കണ്ടോളൂ. ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ കൈകാര്യം ചെയ്യുമ്പോൾ അത്തരം പ്രശ്നങ്ങൾ വന്നാലേ പറ്റൂ. മുഖ്യമന്ത്രിക്ക് രാവിലെ പോയി ഒരു പ്രതിയെ പിടിച്ചുകൊണ്ടുവരാൻ പറ്റുമോ? അതിനെ സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കും, പോലീസ് അന്വേഷിച്ച് അതിൻ്റെ FIR ഇട്ട് കേസെടുത്ത് നടപടി സ്വീകരിക്കേണ്ടത് വരും. അത് അറിഞ്ഞുകൂടാത്ത ആൾക്കാരല്ല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്, അവർക്ക് നന്നായിട്ടറിയാം. ഇടതുപക്ഷ ഗവൺമെൻറ് ആയതുകൊണ്ടാണ് അവിടെ ഒരു വിജിലൻസ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചത്, നടപടി സ്വീകരിച്ചത്, വളരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത്, അനുവദിക്കില്ല എന്നുള്ള സമീപനം സ്വീകരിച്ചത്. ഒന്നുമില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ ഇവർ പോസിറ്റീവായി കാണണ്ടേ? എപ്പോഴും ഈ മാനേജ്മെൻറ്റുകൾ ചെയ്യുന്നത് എന്താ, ഇവരുടെ ഈ കച്ചവടത്തിനെതിരെ സമീപനം സ്വീകരിക്കുമ്പോൾ ഇടയലേഖനം ഇറക്കും. എന്തിനാണ് ഇടയലേഖനം ഇറക്കുന്നത്? വിശ്വാസ്യത, ഇവരെല്ലാം കൂടെ ഞങ്ങൾക്കെതിരെ വന്നിരിക്കുകയാണ്. അതൊരു മറയായി സ്വീകരിക്കുകയാണ്. അത് ക്രൈസ്തവ സഭകളുമുണ്ട്, മറ്റു ചില എല്ലാവരും ഉണ്ട്. കേരളത്തിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, മതം, സമുദായം ഇതാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇതിനെതിരെ ജനങ്ങൾ രംഗത്തിറങ്ങണം. സാമൂഹികമായിട്ട് ഇത്തരം ഈ തിന്മ ഇത് ശരിയല്ല. നിങ്ങൾ ജാതി മതമൊക്കെ പറഞ്ഞ് കോളേജ് വാങ്ങുക, സ്കൂൾ വാങ്ങുക, എന്നിട്ട് കച്ചവടം നടത്തുക, ഫീസ് പിരിക്കുക, കോഴ വാങ്ങുക, അവിടെ നിയമനം നടത്തി അതിന് ജാതി മതമൊന്നുമില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അത് പൊതുസമൂഹത്തിന് മുമ്പ് പറയുകയല്ലേ, അത് പൊതുസമൂഹത്തിന് മുമ്പായി പറയുക. രണ്ടാമത്തെ പ്രശ്നം വിജിലൻസുമായി ബന്ധപ്പെട്ടാണ്. വിജിലൻസ് എവിടെയാണ് അന്വേഷണം നടത്തേണ്ടത്? വിജിലൻസ് അന്വേഷണം നടത്തേണ്ടി വരുന്നത് അഴിമതിയുമായി ബന്ധപ്പെട്ടാണ്. ആ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ക്യാപിറ്റേഷൻ ഫീസ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളുടെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിലാണ് വിജിലൻസിന് ഇടപെടാൻ കഴിയുന്നത്. മറ്റേത് ഗവൺമെൻറ് എങ്ങനെയാണ് നേരിട്ട് ഇടപെടാൻ കഴിയുന്നത്? ബിജു ഇപ്പോൾ പരാതിക്കാരില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പം ടൈറ്റാനിയവുമായി ബന്ധപ്പെട്ട് പുതിയ പരാതികളൊന്നും വന്നിട്ടില്ല. പക്ഷേ ജേക്കബ് തോമസ് നേരിട്ട് തന്നെ അവിടെ പോയി പരിശോധന നടത്തുകയുണ്ടായി. കിഫ്ബിയുടെ ആസ്ഥാനത്ത് ജേക്കബ് തോമസ് അടുത്തിടെ പോയി പരിശോധന നടത്തുകയുണ്ടായി. ഇതൊന്നും പരാതിയുടെ അടിസ്ഥാനത്തിലാകില്ല, ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം. സമാനമായ ഒരു നീക്കവും ഉണ്ടാകുന്നില്ല. മാത്രവുമല്ല, അങ്ങ് ഓർക്കുന്നുണ്ടാകും, ഈ ഗവൺമെൻറ് വന്ന് എനിക്ക് തോന്നുന്നു ഈ സ്വാശ്രയ ചർച്ചയൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ നിയമസഭാ സമ്മേളനം കൂടെ നടക്കുമ്പോൾ മാതൃഭൂമി ചാനലടക്കം സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയിട്ട് ഈ കരാർ ലേലം വിളിച്ചുറപ്പിക്കുന്നതിൻ്റെ വാർത്ത പുറത്തു കൊണ്ടുവരികയുണ്ടായി. അത് രമേശ് ചെന്നിത്തല അടക്കം സഭയിൽ ഉന്നയിക്കുകയും സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ
കിട്ടാവുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരമാവധി കർക്കശമായ നടപടികൾ എടുക്കുമെന്ന ഒരു സന്ദേശമെങ്കിലും കിട്ടണ്ടേ? അതുപോലും ഉണ്ടാകുന്നില്ല. ഇതിന് പ്രശ്നമെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ സ്ട്രിംഗ് ഓപ്പറേഷൻ എല്ലാം വരുന്നത് ക്യാപിറ്റേഷൻ ഫീസുമായി ബന്ധപ്പെട്ടാണ്. മറ്റതിലൊന്നും സ്പേസ് ഇല്ല. ആകെ വിജിലൻസും ചെയ്യാൻ പറ്റുന്നത് ഈ ക്യാപിറ്റേഷൻ ഫീസും മറ്റുമൊക്കെയാണ്. അവിടെ എവിടെയെങ്കിലും പരാതിക്കാരനോ ഇത് കൊടുക്കുന്ന ആളെങ്കിലും പറയണ്ടേ? ഒന്നുകിൽ കൊടുക്കുന്ന ആൾ പറയണം, അല്ലെങ്കിൽ വാങ്ങുന്ന ആൾ പറയണം. അവിടെയാണ് ഞാൻ ചോദിച്ചത്, ടൈറ്റാനിയത്തിലേക്ക് കയറി പോകുന്നത് പോലെയും കിഫ്ബിയിലേക്ക് കയറി പോകുന്നത് പോലെയും. അതുപോലെ അല്ലല്ലോ. ടൈറ്റാനിയത്തിന്റെ പ്രശ്നം എന്താണ്? ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്വാഭാവികമായി ഗവൺമെന്റ് അന്വേഷിക്കാം. ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ആ കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിജിലൻസ് റെയ്ഡ് നടത്തി അവരുടെ അഡ്മിഷൻ രേഖകൾ പിടിച്ചെടുത്താൽ എന്തായിരിക്കും? അല്ല, അങ്ങനെയാണ് അഭിപ്രായം. അത് പറയണം, ഇവർ തന്നെ പറയണം. എല്ലാ കോളേജുകളിലും വിജിലൻസ് റെയ്ഡ് നടത്തണം, ഇവരുടെ ഫീസുകൾ പരിശോധിക്കണം, തെറ്റായ രൂപത്തിൽ അവർ ഫീസ് പിരിക്കുന്നുണ്ടെന്ന് പരിശോധിക്കണം, വിജിലൻസിന്റെ മോണിറ്ററിംഗ് വരണം. ആ രൂപത്തിലേക്ക് ഒരു ചർച്ച കേരളത്തിൽ വരട്ടെ. ഞാനെതിരൊന്നുമല്ല. ഗവൺമെൻറ് ഗവൺമെൻറ്റാണ് നിലപാട് സ്വീകരിക്കേണ്ടത്. ഇവരെല്ലാം കൂടി പറയട്ടെ. ഈ സ്വാശ്രയ കോളേജുകളിലെല്ലാം ഒരു വിജിലൻസ് നിരീക്ഷണം ആവശ്യമാണ്. ഇവിടെ അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയൊക്കെ അട്ടിമറിക്കാൻ കഴിയുമോ അതെല്ലാം അട്ടിമറിക്കുന്നു. അഡ്മിഷൻ പ്രോസസ്സ് സുതാര്യത ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെ നടത്താൻ കഴിയുമോ അതെല്ലാം നടത്താം. ആ മാനേജ്മെൻറ്റുകൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്നതും കൂടി ഇവർ മനസ്സിലാക്കണം. ശരി, ഞാൻ എനിക്കൊരു ഇടവേളയ്ക്ക് വേണം. അതിന് ഒരിക്കൽ കൂടി ശ്രീ NM പിയേഴ്സണിലേക്ക്. പിയേഴ്സൺ, ഇനിയിപ്പോൾ നീറ്റാണ്, അതിലൂടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നൊരു പ്രതീക്ഷ ബാക്കി നിൽക്കുന്നുണ്ട്. അത്തരമൊരു സാധ്യത താങ്കൾ മുന്നിൽ കാണുന്നുണ്ടോ അടുത്ത അക്കാദമിക് വർഷങ്ങളിൽ? അല്ല, എനിക്കിപ്പോ പറഞ്ഞ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. പരാതി ഇല്ലെന്ന് പറഞ്ഞാൽ ജെയിംസ് കമ്മിറ്റിയിൽ നൂറുകണക്കിന് പരാതികളുണ്ട്. അത് മുഴുവനും അഡ്മിഷൻ അട്ടിമറിച്ചതിന്റെയും അഴിമതി നടത്തിയതിന്റെയും കുഴപ്പണത്തിന്റെയും പരാതികളല്ലേ. എന്താ പരാതി എടുത്ത് പരിശോധിക്കാത്ത? അതിനെങ്ങും പോകേണ്ട ആവശ്യമില്ല. പരാതി ഇല്ലെന്ന് പറയുന്നതിന് ശരിയല്ല. എത്രയോ പരാതികളാണ് അവിടെ ഉള്ളത്. ഞാൻ തന്നെ പരാതി കൃത്യമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ പരാതി ഇല്ലാന്ന് ഇവർക്ക് അറിയില്ല. വളരെ വ്യക്തമായിട്ട് ഒരു പരാതിയല്ല, നൂറുകണക്കിന് പരാതിയുണ്ട് ജെയിംസ് കമ്മിറ്റിയുടെ മുമ്പില്. എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നത് കേരളത്തിലെ വളരെയധികം വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും അവിടെ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി മേടിക്കട്ടെ. ശ്രീ NM പിയേഴ്സൺ, ജെയിംസ് കമ്മിറ്റി ആ കാര്യത്തിൽ പരമാവധി മുന്നോട്ട് പോയൊരു കമ്മിറ്റിയല്ലേ? PM മുഹമ്മദ് കമ്മിറ്റി പോലുമല്ല. ആ പരാതിയിൽ നിന്നും തന്നെ ജെയിംസ് കമ്മിറ്റിക്ക് കാര്യമായിട്ട് ഇടപെടാൻ കഴിയാത്ത തരത്തിലുള്ള കെട്ടുപാടുകൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വിജിലൻസും ഗവൺമെന്റും ആ പരാതികൾ എടുക്കട്ടെ. പരാതിയില്ലെന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വളരെ വ്യക്തമായിട്ടുള്ള എഴുതി കൊടുത്ത പരാതികൾ അവിടെ ഉണ്ടല്ലോ. പ്രധാനമാണ് ബിജു. അല്ല, ഒന്ന് ഇവിടെ വന്നെന്താ, വിജിലൻസിൻ്റെ മുമ്പിൽ പരാതി വന്നു. ഈ ജെയിംസ് കമ്മിറ്റിയുടെ മുമ്പിൽ പരാതി വന്നിട്ടുണ്ടെങ്കിൽ അവർ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലുള്ളൊരു കമ്മിറ്റിയാണ്. സ്വാഭാവികമായി നടപടി എടുക്കേണ്ടി വരും. നടപടി എടുത്തില്ലെങ്കിൽ അത് കോടതി ചോദ്യം ചെയ്യേണ്ടി വരും. അത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കമ്മിറ്റിയല്ല. സുപ്രീം കോടതി നേരത്തെ നിയമത്തിൻ്റെ ഭാഗമായി സുപ്രീം കോടതി അനുവദിച്ചൊരു കമ്മിറ്റിയാണ്. അവർക്ക് ജുഡീഷ്യൽ അധികാരമുള്ളവർക്ക് നിയമ നടപടി സ്വാഭാവികമായി സ്വീകരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ പിയേഴ്സൺ, അല്ല, ഞാൻ പറയുന്ന ആ പരാതികൾ തീർച്ചയായിട്ടും വിജിലൻസിന് എടുക്കാവുന്ന പരാതികളല്ലേ, ചോദിച്ചാൽ കിട്ടാവുന്ന പരാതികൾ മാത്രമല്ല. വലിയ തരത്തിൽ ഏതാണ്ട് 50% അധികം വരുന്ന സീറ്റിന്റെ കാര്യത്തിൽ ഏതാണ്ട് കേരളത്തിലെ എല്ലാ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലും വൻ അഴിമതി നടന്നു എന്നുള്ളത് വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. ഇവർക്ക് നടപടിയെടുക്കണമെങ്കിൽ അവിടെ നിന്ന് ഒരു കടലാസ് പൊക്കിയാൽ ഞാൻ കൊടുത്തൊരു കടലാസ് എടുത്താൽ മാത്രം മതി. അതിൽ കൃത്യമായ അഴിമതിയാണ് എല്ലാ തെളിവുകളോടെയും താങ്കൾ പറഞ്ഞിരിക്കുന്ന പരാതിയായി. തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അതിനകത്ത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് പരിശോധിക്കുകയും അന്വേഷിക്കുകയും ചെയ്യാവുന്നതാണ് അവർക്ക്. അങ്ങനെ അന്വേഷണത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പുറത്തുകൊണ്ടുവരാനായിട്ട് കഴിയും. അവിടെ പ്രശ്നം ഇച്ഛാശക്തിയാണ്. ഇടപെടുക, അത് പരിശോധിക്കുക, വ്യക്തമായിട്ട് കാര്യങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങാൻ തയ്യാറാവുക. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് ഞാൻ പറയുന്നത്. ശരി ശരി, ഞാൻ താങ്കളേക്ക് തിരികെ. ഡോക്ടർ ഫസൽ ഗഫൂർ, അങ്ങേക്ക് ഈ വിഷയത്തിൽ ഇപ്പോൾ കൃത്യമായൊരു മറുപടി പറയാൻ കഴിയുമല്ലോ. ജെയിംസ് കമ്മിറ്റി പരാതി കിട്ടിയിട്ടും അത് പൂഴ്ത്തിവെച്ചു എന്നാണോ കരുതുന്നത്? പരാതി ഇല്ല എന്ന മുഖ്യമന്ത്രി ഇന്ന് പ്രകടിപ്പിച്ച നിസ്സഹായത അസത്യമാണെന്നാണോ കരുതേണ്ടത്? ഏതൊക്കെ വെറുതെ പറഞ്ഞു. ജെയിംസ് കമ്മിറ്റിയുടെ മുമ്പിൽ ചില്ലറ പരാതികളെ വന്നിട്ടുള്ളൂ, അല്ലാതെ കാര്യപ്പെട്ട പരാതി. അങ്ങനെ ഒരു കാര്യപ്പെട്ട പരാതി ഉണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് കോടതിയിൽ പോകാമല്ലോ. കോടതിയിൽ പലപ്പോഴും പോയിട്ട് കോടതിയിൽ നിന്ന് ആ പരാതികൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ തട്ടിയിട്ടുണ്ട്. ഇനി അത് വിട്ടേക്ക്, ഞാൻ ഒരു പടി കൂടി മുകളിലോട്ട് പോവാം. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ കേരളത്തിലെ 9 മെഡിക്കൽ കോളേജുകളെ ഡീറെക്കഗ്നൈസ് ചെയ്തു. എന്തുണ്ടായി? അത് അവസാനം മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയെ ഡീറെക്കഗ്നൈസ് ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തത്. ആ കാര്യത്തിൽ അതിൽ ലോധ കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയെ കൊണ്ടുവന്ന് വെച്ചു. ഈ ലോധ കമ്മിറ്റി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ഇൻസ്പെക്ഷൻ നടത്താതെ ഈ എല്ലാ കോളേജുകൾക്കും അനുമതി നൽകി. മാത്രമല്ല 100 സീറ്റ് ഉണ്ടായിരുന്നവർക്കെല്ലാം 150 സീറ്റ് നൽകി. അതാണ് മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥിതി. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ കോടതിയിൽ വെച്ചിട്ട് അത് എവിടെയെങ്കിലും സെറ്റിൽ ചെയ്ത് പോകും. രണ്ടാമത്തെ വിഷയം AICT എന്താ ചെയ്യുന്നത്? അനുമതി കൊടുത്തതിന് ശേഷം യാതൊരു ഇൻസ്പെക്ഷൻ നടത്തില്ല.
ഇവിടെ കേരളത്തിലെ 9 or 10 കോളേജ് അടച്ചുപൂട്ടണമെന്ന് കേരളത്തിൽ ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത്. ഏതെങ്കിലും ഒന്ന് അടച്ചുപൂട്ടിയോ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പേരിൽ പല കാര്യങ്ങളും നടന്നു പോകുന്നു. അല്ലാതെ ഞാൻ അതിലപ്പുറത്തൊന്നും കാണുന്നില്ലല്ലോ. കാരണം ഇവിടെ എന്താ ഒരു 5%, 10% റിസൾട്ടുകളുള്ള കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചുപൂട്ടാൻ കോടതി പറഞ്ഞല്ലോ. എന്നിട്ട് ഒരു കോളേജ് അടച്ചുപൂട്ടിയില്ല. അപ്പോൾ കേരളത്തിൽ 1000-ഓളം സ്വയാശ്രയ കോളേജുകളുണ്ട്. അതായത് ആർട്സ് ആൻഡ് സയൻസ് 10, 400, 500, എഞ്ചിനീയറിംഗ് 160, മെഡിസിൻ ഒരു 25, ഡെൻ്റൽ ഒരു 25. ഈ കോളേജുകളിൽ കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഏതെങ്കിലും ഒരു കോളേജിനെതിരായിട്ട് ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? ഒന്നല്ലെങ്കിൽ ജെയിംസ് കമ്മിറ്റിയുടെ വകയായിട്ട്, അല്ലെങ്കിൽ കോടതിയുടെ വകയായിട്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ വകയായിട്ട്, അല്ലെങ്കിൽ മെഡിക്കൽ കൗൺസിലിൻ്റെ, അല്ലെങ്കിൽ AICT. അപ്പം 4, 5 തലത്തിലും ഒരു നടപടി ഉണ്ടാവുന്നില്ല. പിന്നെ എന്ത് പറയാനായി കാര്യത്തെ പറ്റിയിട്ട്? അപ്പോൾ അവരെന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ എനിക്കെന്താ അവർ ചെയ്യുന്നു എന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഇതാണ് എൻ്റെ സ്ഥിതിവിശേഷം. ശരി, ഞാൻ ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് 50-50 അനുപാതം അട്ടിമറിച്ചത് സഭയോ? ഇടവേളയ്ക്ക് ശേഷം.